ഹംഗേറിയൻ അമേരിക്കൻ സൈക്കോളജിസ്റ്റായ മിഹായ് ചിക്സൻമിഹായിയുടെ ഫ്ലോ എന്ന തിയറിയെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻ്റായി അറിയിക്കുക. നമ്മുടെ ജീവിതത്തിൽ സന്തോഷത്തിനും വെൽബീയിങ്ങിനും വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് ഫ്ലോ. എന്താണ് ഫ്ലോ? നാം ഏതൊരു കാര്യം ചെയ്യുമ്പോഴും അതിൽ രണ്ട് ഘടകങ്ങളുണ്ടാവും. ഒന്ന്, ആ കാര്യം ചെയ്യാനുള്ള നമ്മുടെ കഴിവ്. രണ്ട്, ആ ചെയ്യുന്ന കാര്യത്തിൻ്റെ തീവ്രത. അപ്പോൾ ഏതൊരു കാര്യം ചെയ്യുകയാണെങ്കിലും നാം ചെയ്യാൻ പോണ കാര്യം അത് നമ്മുടെ കഴിവിനേക്കാൾ അതിൻ്റെ തീവ്രത കൂടുതലാണെങ്കിൽ അവിടെ ആങ്സൈറ്റി ഉണ്ടാവുന്നു. അതുപോലെ നാം ആ ചെയ്യുന്ന കാര്യം നമ്മുടെ കഴിവിനേക്കാൾ കുറഞ്ഞ ഡിഫിക്കൽറ്റി ഉള്ളതെങ്കിൽ അവിടെ നമുക്ക് ബോറടിക്കാൻ സാധ്യതയുണ്ട്. ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയിലൊരു ഘട്ടമുണ്ട്, അതാണ് ഫ്ലോ. ഉദാഹരണത്തിന്, ഒരു തുടക്കക്കാരനായ ഒരാൾ ബിഗിനർ ലെവലിൽ ഒരു ഗെയിം കളിക്കുകയാണ്. അപ്പോൾ അത് അവനക്ക് എൻജോയിങ് ആയിരിക്കും, കാരണം അവൻ്റെ കഴിവിന് കോമ്പാറ്റ് ചെയ്യുന്നതാണ് ആ മത്സരത്തിൻ്റെ, ആ ഗെയിമിൻ്റെ ഡിഫിക്കൽറ്റി എന്നുള്ളത്. എന്നാൽ കുറച്ച് കളിച്ച് പരിചയമുള്ള ഒരാൾ സിമ്പിളായിട്ടുള്ള ബിഗിനർ ലെവലിലുള്ള ഗെയിം കളിക്കുകയാണെങ്കിൽ അത് അവനക്ക് ബോറടിക്കും, കാരണം അവൻ്റെ കഴിവ് അതിനേക്കാൾ കൂടുതലാണ്. അങ്ങനെ ആകുമ്പോൾ അത് ബോറടിക്കും. അതുപോലെ തന്നെയാണ് ഈ ബിഗിനറായിട്ടുള്ള ഒരാൾ ടോപ്പ് ലെവലിലുള്ള ഡിഫിക്കൽട്ട് ഉള്ള ഒരു ഗെയിം കളിക്കുകയാണെങ്കിൽ അത് അവനിൽ ആങ്സൈറ്റി ഉണ്ടാക്കുന്നു. ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയിലുള്ളതാണ് ഫ്ലോ. എങ്ങനെയാണ് ഒരാൾ ഈ ഫ്ലോ എന്ന അവസ്ഥയിലേക്ക് എത്തി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയാം. നാം ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ സമയം പോകുന്നത് അറിയില്ല. അതുപോലെ നമുക്ക് വേറെ പല കാര്യങ്ങളും ചെയ്യാനുണ്ടാവും, ഇതൊന്നും നമ്മൾ അറിയില്ല. ഇങ്ങനെ നമ്മളൊരു കാര്യം ചെയ്യുകയാണെങ്കിൽ അയാളെ കുറിച്ചിട്ട് നമുക്ക് അയാൾ ഇപ്പോൾ ഫ്ലോയിലാണ് എന്ന് പറയാൻ പറ്റും. നമ്മുടെ ജീവിതത്തിൽ നമ്മളും പല തവണകളിലായിട്ട് ഈ ഫ്ലോ എന്ന അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. ഈ ഫ്ലോ എന്നത് ഓരോ വ്യക്തികൾക്കനുസരിച്ച് വ്യത്യസ്തമായിരിക്കും. എനിക്കുണ്ടാവുന്ന ഫ്ലോ ആയിരിക്കണമെന്നില്ല നിങ്ങൾക്കുണ്ടാവുന്ന ഫ്ലോ. അത് ഓരോരുത്തരുടെ കഴിവിനും അതുപോലെ ആ ചെയ്യുന്ന കാര്യത്തിൻ്റെ ഡിഫിക്കൽട്ടിനും അനുസരിച്ച് വ്യത്യസ്തമായിരിക്കണം. ഇനി എങ്ങനെ നമുക്ക് ഈ ഫ്ലോ നേടിയെടുക്കാൻ കഴിയും? ഒന്നാമതായി നമുക്ക് വേണ്ടത് ക്ലാരിഫൈ ഗോൾസ്. നമ്മുടെ ലക്ഷ്യം എന്താണ് എന്ന് വളരെ കൃത്യമായിരിക്കണം. രണ്ടാമത്തേത് ഫോക്കസ് അറ്റൻഷൻ. നമ്മുടെ ഫോക്കസ് എപ്പോഴും നമ്മുടെ ഗോൾ എന്താണോ അതിലായിരിക്കണം. തുടർന്ന് വരുന്ന ഡിസ്ട്രാക്ഷൻസ്, അതിനെല്ലാം ഒഴിവാക്കേണ്ടത് അത്യാവശ്യമാണ്. മൂന്നാമത്തേത് മാച്ച് സ്കിൽ വിത്ത് ചലഞ്ചസ്. നമ്മുടെ കഴിവിനനുസരിച്ചിട്ടുള്ള ചലഞ്ചുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ നമ്മുടെ സ്കില്ല് കൂടുന്നതിനനുസരിച്ച് കൂടുതൽ ചലഞ്ചിങ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. 4, സീക്ക് ഇമ്മീഡിയറ്റ് ഫീഡ്ബാക്ക്. നാം ചെയ്യുന്ന കാര്യം നമ്മൾ തന്നെ ഫീഡ്ബാക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണം. ഇനി ഇതിൽ എനിക്ക് എന്തെങ്കിലും മാറ്റം വരുത്താൻ കഴിയുമോ, ഇതിൽ പുരോഗതി വരുത്താൻ ഞാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്ന് സ്വയം ഒരു ഫീഡ്ബാക്ക് എടുക്കൽ അത്യാവശ്യമാണ്. അഞ്ചാമത്തേത് എൻഗേജ് ഇൻ ഇൻട്രിസിക്കലി റിവാർഡിങ് ആക്ടിവിറ്റീസ്. നാം ഒരു കാര്യം ചെയ്യുമ്പോൾ ആ കാര്യത്തിന് നമുക്കൊരു ആത്മസംതൃപ്തി ലഭിക്കുന്ന രൂപത്തിൽ സ്വയം സെൽഫ് റിവാർഡിങ് ആയിട്ടുള്ള കാര്യങ്ങൾ പരമാവധി ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. 6, ക്രിയേറ്റ് ഒപ്റ്റിമൽ കണ്ടീഷൻ. അങ്ങനെ നമുക്ക് പരമാവധി ആ കാര്യം ആസ്വദിക്കുന്ന രൂപത്തിൽ ചെയ്യാൻ വേണ്ടി ശ്രമിക്കും.